ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മച്ചാനുണ്ട് ഗൈസ്. ഇവിടുത്തെ ഒരു വലിയ ഷോറൂം ഡീലറാണ്, കാർ ഷോറൂം ഡീലർ. പുള്ളിക്കാരൻ്റെ പേരെന്ന് പറഞ്ഞാൽ സൂരജ് എന്നാണ്. സൂരജ് ബ്രോ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രോയുടെ ഒരു പാട്ട വണ്ടിയാണിത്. നമ്മളടുത്ത് ഇതും കൊണ്ടുപോയി ഈ സിറ്റിയിൽ കുറച്ച് സൂപ്പർ കാർസ് വന്നിട്ടുണ്ട്. അത് പല പല ദിക്കുകളിലാണ് കിടക്കുന്നത്. പക്ഷെ നമ്മളതൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കും. ഭയങ്കര റെയർ വണ്ടികളാണ് അതൊക്കെ. കിട്ടാൻ തന്നെ ലക്ഷങ്ങളും കോടികളും മുടക്കേണ്ട വണ്ടികളാണ്. കേസ് നമുക്ക് പോയി എടുക്കണം. അപ്പം ഗായ്സ്, നമ്മളെ ഫസ്റ്റ് വണ്ടിയുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. പതുക്കെ ചേച്ചിയാണ് ഇതിൻ്റെ ഓണറിന് നൈസായിട്ട് വയ്ക്കാം. ഇതാരുടെ വീടാണെന്ന് വയ്ക്കാം. ചേച്ചി, ഇത് ആരുടെയാണ് ഈ വീട്? എടാ മോനെ, ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സിറ്റിയിലെ ഏറ്റവും റിച്ച് മനുഷ്യൻ്റെ വീടാണോ. അവൻ ഭയങ്കര പണക്കാരനാണ്. അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഈ മുമ്പിൽ കിടക്കുന്നത്. ശരി ചേച്ചി. അപ്പം ഗൈസ്, അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഇതെന്നൊക്കെയാണ് പറയുന്നത്. ഇത് RGB റോൾസ് റോയ്സ് ഗോസ്റ്റ്. ഞാനൊരു പൊളിക്കും. ഓപ്പൺ റൂഫ് വണ്ടി. റൂഫ് കയറ്റിയിടാൻ പറ്റുന്ന അതിൽ നല്ലതായിരുന്നു ഗൈസ്. റൂഫൊന്നും കയറ്റിടാൻ പറ്റൂല AC വണ്ടിയിൽ, പൊട്ട വണ്ടി. നമ്മളെ ബൈക്ക് എങ്ങോട്ടാണ് വണ്ടി കൊണ്ടുപോകണേ? ചേച്ചി, ഞാനെൻ്റെ ഇവിടുത്തെ പുതിയ സെക്യൂരിറ്റി ഗാർഡ്. അപ്പം എനിക്ക് ഈ വണ്ടി എൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് എടുത്തോണ്ട് വാഷ് ചെയ്തിടാൻ പറഞ്ഞു. ശരി ശരി. അത്രയ്ക്കായിരുന്നു കൂടെ. എനിക്ക് എല്ലാം അറിയണം പോലും. ഗായ്സ്, ഈ വണ്ടി ഉണ്ടല്ലോ, താക്കോയിൽ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ അവൻ മണ്ടൻ കോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം തോന്നുന്നു വണ്ടി. എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇവനെ ചോറയ്ക്കാൻ വന്നിട്ടേ വണ്ടി ആരും എടുത്തുകൊണ്ട് പോകില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് താക്കോലും കുത്തിച്ചിട്ട് പോയിരിക്കും. മരുന്ന മണ്ട് നമ്മളിങ്ങനെ പൊക്കിയ വണ്ടിയാ. എൻ്റെ അടുത്താണ് എൻ്റെ കളി. ഇതുകൊണ്ട് നമ്മൾ പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ സിറ്റിയിലെ നമ്മളെ ഷോറൂം തന്നെ. അവനും ഞാനുമായിട്ട് ഇപ്പം അത്ര സീനൊന്നുമില്ല. അന്ന് കാർ റോബ് ചെയ്തൊക്കെ അവൻ വിട്ടിപ്പം അതിനെ ക്ഷമിച്ചിട്ട് നമുക്ക് തന്നേക്കുന്ന ജോലിയാണിത്. നമ്മളെ കയ്യിലോട്ട് കാശെത്തും. അവൻ പറഞ്ഞ എല്ലാ വണ്ടിയിലെയും വില അനുസരിച്ചിരിക്കുമെന്ന്. ഒരു വണ്ടിക്ക് ഇപ്പോൾ 10-20 ലക്ഷമാണെങ്കിൽ എനിക്ക് ഈ 10 ലക്ഷം കിട്ടും. അങ്ങനെയാണ് ഗൈസ്. അതിൽ നിന്ന് കുറച്ച് കുറയ്ക്കും. അല്ല, 15 ലക്ഷം കിട്ടും. അങ്ങനെയാണ്. 5 ലക്ഷം വീതം അതിൽ നിന്ന് കുറച്ച് കളയുവേ. ഗൈസ്, വണ്ടിയിൽ ഉപ്പാടൊന്നും ഇടിച്ച്. ഈ കാലത്ത് വണ്ടി കൊണ്ടുവന്നാൽ എൻ്റെ അണപ്പല്ല അളക്കും. പതുക്കെ കൊണ്ടുപോയി വണ്ടി അടയും കൊണ്ട് ശരിയാക്കിയിട്ട് വരാം ഗൈസ്. ശരിയാക്കിയിട്ടാണ് ഗൈസ്. ഞാൻ ഇവിടെ ഒരു അടുത്തുള്ളൊരു മെക്കാനിക് ഷോപ്പിൽ കൊണ്ടുപോയാണ് ശരിയാക്കിയത് വണ്ടി. ഇവിടെ ഇട്ടാൽ ശരിയാവൂലെന്നാണ് ഈ അവൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ബാക്കിലോട്ട് നീ കയറ്റി ഇട്ടേക്കാനാണ് പറഞ്ഞ വണ്ടി. ഷോറൂമിൻ്റെ ബാക്കിൽ നല്ല സ്ഥലമാണ് ഗൈസ്. ഗൈസ്, അടുത്ത ലൊക്കേഷനിലോട്ട് പോകാനുള്ള വണ്ടി അവൻ തന്നെ ഒരിക്കൽ അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഗൈസ് നമുക്ക് പോയി വണ്ടി എടുത്തിട്ടാണ് ഗൈസ്. എടാ ഗൈസ്, നമ്മുടെ ആ സൈഡിലായിരുന്നു വണ്ടി ഇരുന്ന ഗൈസ്. നൈസായിട്ട് പോയി പൊക്കി വണ്ടി ഗൈസ്. ഇത് സെറ്റാണ്. അവൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത വണ്ടി കൊണ്ടുവരുമ്പോഴത്തേക്കും ആ വണ്ടി ചിലപ്പം വേറെ ആൾക്കാർ കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ വേറെ സേഫായ സ്ഥലത്തോട്ട് ഒളിപ്പിക്കാൻ. എല്ലാ വണ്ടി ഇങ്ങോട്ട് കയറണുണ്ട്. പ്രത്യേകിച്ച് ആ റോൾസ് റോയ്സ് ആയതുകൊണ്ട് അത് ഒളിപ്പിക്കും ഗൈസ്. വേറെ ആൾക്കാർ വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി. വൈകുന്നേരത്താണ് നമ്മളിപ്പോൾ വേറൊരു ഒരു ലൊക്കേഷനാണ്. അവനെ കാണുമ്പോൾ പാവപ്പെട്ടവനെ പോലെ തോന്നും. അവൻ്റെ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഈ വണ്ടി റോഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം ഗൈസ് നിങ്ങൾക്ക്. അതിൻ്റെ ലൊക്കേഷൻ നമ്മൾക്ക് ട്രേസ് ചെയ്യണം. നമുക്ക് ട്രേസ് ചെയ്ത വണ്ടിയുടെ അടുത്തെത്തിയിട്ട് കാണാം. അത് ഗോൾഡൻ വണ്ടിയാണെന്നാണ് പറഞ്ഞത് ഗൈസ് ചെറുക്കൻ. അപ്പോൾ ഗൈസ്, എന്താ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അവന് ഡൗട്ടൊന്നും അടിക്കാത്ത രീതിയിൽ ഞാൻ അവനെ ഫോളോ ചെയ്ത് പോവുകയാണ്. ഇവിടെ ആരും ഇല്ല ഇപ്പോൾ. വേണ്ട, ഞാൻ പെട്രോൾ കഴിക്കാൻ കയറ്റിയാണ്.
നമ്മളെ കൂട്ടുകാരൻ ഈ പമ്പിൻ്റെ ഇത്തിരി അറിയാവുന്നവനാണ്. ഈ പമ്പിലുള്ളത് നമ്മളെ കൂട്ടുകാരനാണ്. സീനില്ല. നിർത്തടാ. മക്കള് പെട്രോൾ അടിക്കാൻ കയറ്റാൻ വന്നതോ? ശോ അണ്ണ അറിഞ്ഞില്ല കേട്ടോടാ. സോറി മക്കളെ, സോറി. മക്കള് പെട്രോൾ അടിക്കാൻ കയറ്റിയതായിരുന്നു. അണ്ണൻ പതുക്കി സ്കൂട്ടി ഒന്ന് കയറ്റി അപ്പുറത്തോട്ട് വെച്ചിട്ട് വരാം. പെട്രോൾ പമ്പിൽ കയറ്റിക്കാൻ ഈ വണ്ടി തിരക്ക പോയാൽ നിൻ്റെ മുട്ടായി ഞാൻ തല്ലി ഓടിക്കും. എന്താടാ നീ എവിടോട്ട് പോണ്? നീ എവിടെ ഇത്ര ചാടിപ്പടിച്ച് ധൃതിയിൽ പോണ്? നെല്ല് നീ അവിടെ നിർത്തി. ഞാൻ എടുക്കും നീ വണ്ടി. ഹായ് ചക്രു, ഇറങ്ങണം അങ്ങോട്ട്. എൻ്റെ കുഴപ്പന തീർത്തെടുത്തിട്ടുണ്ട്. ചവിട്ടി മാലിശാനെ പുറത്തിട്ട്. അടുത്ത വണ്ടി കിട്ടി. നമ്മുടെ പെട്രോൾ പമ്പി എന്നെടുത്താൽ മതി. AC മറ്റേ വണ്ടി. മറ്റ് നമ്മളാ സ്പ്ലെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൂപ്പർ സ്പ്ലെൻഡർ ആദ്യം നമ്മൾ കൊണ്ടുപോയി. അതെന്ന് പറഞ്ഞാൽ നമ്പർ പ്ലേറ്റ് പോലും ഒട്ടിക്കാത്തൊരു വണ്ടിയാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ നമ്പർ പ്ലേറ്റ് ഒട്ടിച്ചിട്ടുണ്ട്, പക്ഷേ ഫേക്ക് നമ്പറാണ് ഗൈസ്. ഫേക്ക് നമ്പർ എടുത്ത് കുറച്ച് ദിവസമേ ആയുള്ളൂ. എന്നിട്ട് നമ്മൾ ഫേക്ക് നമ്പർ എപ്പയെ ഒട്ടിച്ച് അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മളിതാ നേരെ നമ്മൾ ഉണ്ടി കൊടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫേക്ക് നമ്പറായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഒരു നമ്പർ ഒരാളില്ലെന്ന് അവർക്ക് മനസ്സിലാവുമ്പോൾ ഓൾറെഡി ആ കേസ് അങ്ങ് സോൾവ് ആകും. വണ്ടി പക്ഷേ സ്റ്റേഷനിരിക്കും, അത് അറിയായിരിക്കും. വണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് സേഫായിട്ട്. മറ്റേ ആ റോൾസ് റോയ്സ് അവൻ കൊണ്ടുപോകാതിരുന്നാൽ മതിയായിരുന്നു. എന്നാൽ നമുക്ക് ആ റോൾസ് റോയ്സ് അവൻ എടുക്കായിരുന്നു. കൊണ്ടുപോയി. ഇനിയിപ്പോൾ നമ്മൾ ഇനിയും ഏത് വണ്ടിയിൽ പോകും കേസ്, റൈഡ് ചെയ്യാൻ കേസ്. ഇവിടെ നിന്ന് അവൻ്റെ നേരത്തെ വെച്ചിട്ട് ഏതെങ്കിലും വണ്ടി എടുത്തിട്ട് അങ്ങ് പോവാം. പെട്രോൾ പമ്പിലോട്ട് നമ്മളെ ഇവരുടെ ഏതെങ്കിലും ഒരു കുഞ്ഞു വണ്ടി മതി. ഇത്തിരി വില കുറഞ്ഞ ഇവിടെ നാട്ടിൽ സാധാരണയായിട്ട് ഓടുന്ന വണ്ടി മതി. ആ ലംബോർഗിനി വെനേന ഒന്നിൽ എടുക്കുക, അല്ലെങ്കിൽ കൊണീസൊക്കെ എടുക്കുക, അല്ലെങ്കിൽ ആ ലംബോർഗിനി ഹുറാഗൻ എടുക്കുക. ഹുറാഗൻ പെട്ടെന്ന് പൊട്ടും. നമുക്ക് വെനേന എടുക്കാം. ഞാൻ വെനേനോയാണ് എടുക്കുന്നത്. വെനേന കൊള്ളാം, നല്ല വണ്ടിയാണ്. ഡോറൊക്കെ പൊങ്ങിയാണ് പറയണത്. അതാണ് എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടം ഗൈസ്. ആദ്യത്തെ ഇന്ത്യൻ ഗെയിം കളിച്ചിട്ടുള്ളവർക്ക് അറിയാം ഗൈസ്. ഇതിൽ ആ ഒരു ലംബോർഗിനിയുടെ റേഞ്ച് അതൊരു പെവർ ലംബോർഗിനി ആയിരുന്നു ഗൈസ്. ഇപ്പം മാറ്റിയത് ഷണ്ണ ലംബോർഗിനിയാക്കി. ഇത് വെനേനോടെ കാര്യമല്ല, വെനേന ഒന്നും ആക്കിയത് തന്നെ. ഇപ്പോൾ ഗൈസ് ഇത് പൊക്കോണ്ടിരിക്കുന്ന നേരെ നമ്മളെ പെട്രോൾ പമ്പിലോട്ടാണ്. വണ്ടിയിലെ കുറച്ച് പാർട്സ് കളകിയിട്ടുണ്ട്. ഞാൻ പെട്രോൾ പമ്പിലോട്ട് പോയൊരു ഷോർട്ട് കട്ട് പിടിച്ച് വെച്ചിട്ടുണ്ട്. ഷോർട്ട് കട്ട് വഴി നമ്മളൊക്കെ പോകും. അവിടെ ഒരു ബാക്ക് ബമ്പറും പോയി. ഈ വണ്ടിക്ക് കൊണ്ടങ്ങനെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ലേ. നമ്മളിങ്ങനെ അടിക്കൊക്കെ പോകുമ്പോൾ എടുക്കുന്ന വണ്ടിയാണ്. ഇതേപോലെ നമ്മളെ റോബിങ്ങിനൊക്കെ പോകുമ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് എടുക്കുന്ന വണ്ടിയാണ്. തൊട്ടുകൂട്ടാൻ എടുക്കുന്ന വണ്ടിയാണ്. നല്ല രസമാണ്. സദ്യയൊക്കെ കൂടെ തൊട്ടുകൂട്ടാൻ എടുക്കൂലേ കറികളൊക്കെ, അതേപോലത്തെ ഒരു വണ്ടി. എൻ്റെ കളിയ. നമുക്ക് ഈ ലംബോർഗിനിയിൽ തന്നെ അങ്ങ് പോയിരുന്നു. വേണ്ട, ഇതോ നല്ല നമ്പറിയാണ് ഇരിക്കുന്നത്. ഇത് നല്ലൊരു ലംബോർഗിനി വേനേനോ. ഇതുകൊണ്ട് തലയ്ക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഇടിച്ച് പൊട്ടിച്ച വണ്ടി. ഇതൊരു കോലം. അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ഇത്തിരി ഡേഞ്ചർ ആ സ്ഥലത്താണ് ഒളിപ്പിച്ച് വെച്ചേക്കണ ഒരു ഡേഞ്ചർ സ്ഥലം. മനസ്സിലായി കാണുമല്ലോ. നമ്മളാ സ്വന്തം ജുറാസിക് പാർക്കിൻ്റെ അകത്താണെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അല്ല, ഒരു ഡേഞ്ചർ സ്ഥലത്തും അല്ല. നിങ്ങൾ വിചാരിച്ച ഡേഞ്ചർ സ്ഥലത്താണെന്ന്, ഒരു ഡേഞ്ചർ സ്ഥലവും ഇല്ല. നമ്മളത് ഈ ഒരു ഏരിയയിലാണ്. നമുക്ക് ആ വീടൊന്ന് തപ്പിയെടുക്കണം. ആ വീട് തപ്പിയെടുത്തിട്ട് കാണാം. ഗായ്സിന് ഒരു ഹെലികോപ്റ്റർ എടുത്ത് പറന്ന് വന്നയാൾ ഗൈസ്. അവൻ ഒരേ സമയം 5-6 പേർക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നുണ്ട്. 5-6 പേര് ഈ പണിക്ക് വേണ്ടി നിൽക്കുന്നു ഗൈസ്. നമ്മളെ മാത്രമാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇവിടെ ഒരു ബൈക്ക് എടുക്കാനാണ് തന്നെ. വേറെ എടുത്ത നിറച്ച് ബൈക്കാണ് കേസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവന് കൊടുക്കാനുള്ള അവന് നമുക്കൊരു ബൈക്കേ ഉള്ളൂ ഗൈസ്, മൊത്തം കാർ. അവന്
അവന് മൊത്തം കാറും ഒരു ബൈക്കും. അപ്പോൾ അവന് കൊടുക്കാനുള്ള കാറിൻ്റെ ലൊക്കേഷൻ, ആദ്യത്തെ അവൻ്റെ കാറിൻ്റെ ലൊക്കേഷൻ എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് മറ്റേ ബൈക്കിൻ്റെ ലൊക്കേഷൻ അവൻ അയച്ചു കൊടുത്ത്. അവൻ ചോദിച്ചു മുതലാളി കാറിൻ്റെ ലൊക്കേഷൻ കിട്ടുന്നില്ലേ? എന്നിട്ട് ഞാനും വിളിച്ചു ചോദിച്ചേ എടോ ബൈക്കിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? അപ്പോഴാണ് അവൻ പറഞ്ഞത് എടാ അയച്ചത് മാറിപ്പോയി, ഇതൊരു RGB ഡ്രോൺ ബൈക്കാണ്. എനിക്ക് കളയാൻ തോന്നില്ല, അവന് കൊടുക്കാൻ തോന്നുന്നില്ല. നമുക്ക് ക്യാഷ് ഇങ്ങോട്ടേക്ക് നല്ല പൈസ വരും, 1 കോടി വരും. എന്തായാലും നമുക്ക് ഒന്നിൻ്റെ ക്യാഷ് വേണ്ടെന്ന് പറയാം കേസ്. നമ്മൾ ഈ ഒരു വണ്ടി മതി എന്ന് പറയാം കേസ്. അതിൻ്റെ ഇത്രയും നമ്മളവന് ചെയ്ത് കൊടുത്തല്ലേ. അപ്പോൾ ഈ വണ്ടി നമ്മളായിരിക്കട്ടെ. നമ്മളിത് കൊണ്ടുപോയി ഷോറൂമിൽ കയറ്റേണ്ടി വരും. അവൻ്റെ ഷോറൂമിൻ്റെ അകത്തിട്ടേക്കാം, നമുക്ക് എടുക്കാനുള്ള വണ്ടിയല്ലേ. വണ്ടിയെല്ലാം കൊണ്ടാവും മുങ്ങിയെല്ലാം ചെയ്താൽ അടിച്ചവൻ്റെ അണ്ണപ്പല്ലി ഞാൻ തറയിടും. ഗൈസ് ഇത് എത്രാമത്തെ വണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇനി ഒരു വണ്ടി കൂടെ ഉണ്ടെന്നാണ് അവൻ പറയണത്. ചോദിച്ചു നോക്കടാ ലാസ്റ്റ് വണ്ടി ഇതാണോടാ, ഇത്തിരി ലാസ്റ്റ് വണ്ടി ആക്കടാന്നൊക്കെ ചെയ്യാം. എന്തായാലും സമ്മതിക്കില്ല, ഒരു വാഴ സ്വഭാവമുള്ളവനാണ് ഗൈസ്. പൈസ നമുക്ക് കിട്ടുമല്ലോ ഗൈസ്. ഈ വണ്ടിക്ക് ഒരു 1 കോടിയൊന്നും വരില്ല, ഒരു 20 ലക്ഷം രൂപ ആണ്. അല്ല ബാക്കി വണ്ടിയിലെല്ലാം കൂടെ കമ്മീഷനും കൂടെ ചേർത്ത് നമുക്കൊരു കൂടുതൽ നല്ലൊരു എമൗണ്ട് തന്നെ കിട്ടും. നമുക്കൊരു 1 കോടി രൂപ, 1 കോടി തന്നെ നമുക്കെന്തായാലും 1 കോടി രൂപ വരും. 1 കോടി രൂപ വരാനുള്ളതായിരുന്നു കേസ്. അപ്പം ഇപ്പം നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് ഈ ബൈക്കിൻ്റെ പൈസ അങ്ങ് വെട്ടും കേസ്. നമുക്കൊരു 50 ലക്ഷം വരും. ഈ ബൈക്കിന് 20 എന്നൊക്കെ ഞാൻ തള്ളി മരിക്കണേ. ഞാൻ കുറവാക്കും. എനിക്ക് ലാസ്റ്റ് എൻ്റെ ഒറിജിനൽ എമൗണ്ട് അറിഞ്ഞൂടെ. അവൻ 50 ലക്ഷം തരും എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഈ വണ്ടിയുടെ റേറ്റ് 50 ലക്ഷം ആയിരിക്കും കേസ്. ആ ലംബോർഗിനിയൊക്കെ അവൻ ശരിയാക്കി കൊണ്ട് ഇട്ടിട്ടുണ്ട് കേസ്. അടുത്ത വണ്ടിയുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിക്കണം കേസ് ഫോൺ വിളിച്ചിട്ട്. സൂരജ് അവിടെ. ഹലോ ഡേ സൂരജ്, അടുത്ത വണ്ടിയുടെ ലൊക്കേഷൻ എവിടെയാ? അവിടെയാ പോവാ, സെറ്റ് ചെയ്യാം ഗൈസ്. അടുത്ത വണ്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ പഴയ ഒരു കാർ ഷോറൂം ഉണ്ടല്ലോ, ആ ഷോറൂമിലാണ്. ഇതൊരു റിച്ചസ്റ്റ് പീപ്പിളിൻ്റെ വണ്ടിയാണ് ഗീസ്. നമുക്കിപ്പോൾ എടുക്കാം ഗീസ്. നമുക്ക് ആദ്യം ലംബോർഗിനി എടുക്കണം. അവൻ്റെ എടാ നമുക്ക് ഏതാണ്ട് എടുക്കാം. റിച്ച് പീപ്പിളിനെ പോലെ പോകണം. റിച്ച് ആയിട്ടുള്ള വണ്ടി ഗൈസ്. നമ്മൾ ഈ വണ്ടി പൊട്ടിക്കാതെ തന്നെ കൊണ്ടുപോകാം ഗൈസ്. പൊട്ടിക്കാതെ കൊണ്ടുപോയി ഇറക്കണം. കുറച്ച് ദൂരം പോയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് അവിടെ ഇറക്കാം. എത്തിയിട്ട് കാണിക്കാം ഗൈസ്. കുറച്ച് ദൂരം പോയി ഞാൻ കട്ട് ചെയ്തിട്ട് ഗൈസ് ഇപ്പം കട്ടിയിട്ട് നമ്മൾ അവിടെ എത്തിയിട്ടാണ് ഗൈസ്. ഈ വണ്ടിയുടെ ഫ്രണ്ടിലെയും ബാക്കിലെയും ബമ്പർക്കിനെ ഇളക്കി കളഞ്ഞ മോഡിഫിക്കേഷൻ പോലെ ആക്കി വെച്ച് ഗൈസ്. ആ വണ്ടി കിടക്കുന്ന ഫ്രണ്ടിലാണ്. നമുക്ക് ആ വണ്ടിയുടെ അടുത്ത് പോകണം ഗൈസ്. പതുക്കെ ഇവിടെ നിന്ന് പാർക്കിങ് ഇവിടെ വണ്ടി ഏറ്റിട്ടിട്ട് ആ വണ്ടിയുടെ അടുത്ത് പോകണം ഗൈസ്. ഡയറക്റ്റ് ഫ്രണ്ടിലാണ് കിടക്കുന്നത്. ഒരു സൈക്കിള് അവിടെ നിൽപ്പുണ്ട് ഗൈസ്. നമുക്ക് ആ സൈക്കിൾ എടുത്തിട്ട് പോവാം, അങ്ങോട്ട് ഓടിച്ച് പോവാം ഗൈസ്. സൈക്കിൾ എടുത്തിട്ട് ഗൈസ് ഒന്ന് ഷോറൂം അടച്ചിട്ട അവസ്ഥ പോലെ ആക്കിയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും വിചാരിക്കും ഷോറൂം അടച്ചാണ്. എല്ലാവർക്കും മാത്രം അറിയാമോ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സ്പെഷ്യൽ വണ്ടി ഇട്ടിട്ടുണ്ട് എന്ന്. നമ്മൾ ആ പതുക്കെ സൈക്കിളും കൊണ്ട് പോകണമെന്നുണ്ട്. നമുക്ക് കിട്ടിയ 3 വണ്ടിയെങ്കിൽ RGB ആണ്. ഒരു വണ്ടി മാത്രമുണ്ട് വേറൊരു കളറായിട്ട്. അപ്പോൾ ഇതൊക്കെ നോക്കാം ഗൈസ്. ഈ വണ്ടി താക്കോലല്ലോ എവിടെയെങ്കിലും കിട്ടുമോ നോക്കാം ഗൈസ്. നമ്മൾ ഒന്നും നോക്കില്ല. ഞാൻ പതുക്കെ കുറച്ച് എന്നിട്ടൊരു ബോളെടുത്ത് ക്രിക്കറ്റിൻ്റെ എടുത്തിട്ട് ഞങ്ങൾക്ക് കതിൽ പിടിച്ച് ഞങ്ങൾക്ക് പ്രസ് ചെയ്ത് കൊടുത്തു. നമ്മൾ റീലൊക്കെ കണ്ടിട്ട് വന്നതിന് ഗൈസ്. യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ ഷോട്ടൊക്കെ കിട്ടും ഗൈസിൻ്റെ. അപ്പോൾ ഗൈസ് ഞാൻ അതൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ കൊത്തി തുറന്ന് കയറിയിട്ടുണ്ട് വണ്ടിക്കകത്ത്. പതുക്കെ വളച്ചങ്ങോട്ട് ഗൈസ്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഈ വണ്ടിക്ക് ഒരു സ്ക്രാച്ച് പോലും വരത്തില്ല ഗൈസ്. അത് പൈസ ലക്ഷക്കണക്കിന് പോകും ഗൈസ്. അപ്പോൾ ഇത് റെയർ ആപ്പിളി വണ്ടി എന്നാണ് പറഞ്ഞത് ഗൈസ് ഇത്. അതുകൊണ്ട് നമ്മൾ റെയർ വണ്ടി ചിന്ത മോനെ പണിപാളി അവറാച്ചാ. കുഴപ്പമില്ല, ഇനിയിപ്പോൾ അവൻ്റെ പറയാം ഡാളിയ വരുന്നവർക്ക് ഈ വണ്ടിയുടെ
നമ്മൾ പ്രസ് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ പറയാം. വണ്ടിക്ക് ഒട്ടും ക്വാളിറ്റി ഇല്ല, പൊട്ടിപ്പോയെന്നൊക്കെ പറയാം. സ്റ്റെപ്പ് ബോണറ്റ് എൻ്റെ പൈസ അവൻ കുറയ്ക്കും എന്തായാലും. നമ്മളെ 30 ലക്ഷം രൂപ ഈ ഒരു വണ്ടി നമുക്ക് കിട്ടണതാണ് ഗൈസ്. ഈ വണ്ടി നമുക്ക് 30 ലക്ഷം രൂപയുടെ സാധനം തന്നെ ഞാൻ കൊണ്ടുപോയി തൊലച്ചിട്ട്. ഇവിടെയൊന്നും ഇടാൻ പറ്റില്ല പറഞ്ഞാണ് കേസ്. ഇവിടെ ഇട്ടാലും കേസാവും. ഇവിടെ ആരെങ്കിലും കാണാം, നമുക്ക് ഇവിടെ തന്നെ ഇടാം ബാക്കിൽ. എന്തായാലും അവൻ്റെ പേരിലെ കേസ് വരും. അവൻ്റെ പേര് കേസ് വരാണോ അവൻ്റെ പേരെല്ലാം വിളിച്ച് പറയണോ അന്നേ പറയും. പിന്നെ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ജയിലിൽ നിന്നല്ല, പിന്നെ അവൻ കേസ് കഴിഞ്ഞ് കോടതിയിൽ നിന്ന് ഇറങ്ങുമല്ലോ, അന്നവനെ അടിച്ചവൻ്റെ 32 പല്ലി ഞാൻ തറയും. എൻ്റെ പേരെല്ലാം പറഞ്ഞാൽ ഞാൻ ഇതേപോലെ ചെയ്യുന്ന വേണ്ടി ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ പേയിൽ പൈസ അയക്കാൻ പറയും. നമ്മൾ ഈ കൂലി കളയിച്ച് ചേർക്കാം. ഗൂഗിൾ പേയിലോട് പൈസ കേട്ടല്ലേ? ശരി ശരി. ഇത്ര 50 ലക്ഷം എന്തൊരു, ഞാൻ ഇപ്പോൾ 30 ലക്ഷത്തിൻ്റെ ഒരു വണ്ടി കൂടെ കൊണ്ടുവന്നു. അപ്പോൾ ഗൈസ് 50 ലക്ഷം മാറി. ഇപ്പം ആ 30 ലക്ഷത്തിൻ്റെ 10 ലക്ഷം പോയി ഗൈസ്, നമ്മൾ പൊളിച്ചെന്നൊക്കെ പറഞ്ഞപ്പം. അപ്പം നമുക്ക് ഇനി കിട്ടാനുള്ളതെന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടി വെക്കട്ടെ, 70 ലക്ഷം രൂപ നമുക്ക് കിട്ടും. കമ്പനിക്ക് ലാഭം തന്നെ കേസ്. എന്തുകൊണ്ടും കേസ് വന്നാലും അവൻ്റെ തല, എല്ലാം അവൻ്റെ തല. ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചു. അവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്യുക എടുക്കുക. അവന് ഇതൊരു കേസ് വിളിച്ച് ചേടാ എന്തൊരു പറ്റി കയറി വണ്ടി. അപ്പം ഗൈസ് അവനാണ് എല്ലാം കാണിച്ചു വെച്ചത്. ഞാനും പറയാം അവൻ്റെ പേരോ. നമ്മക്കിട്ടവൻ കേസ് കൊടുത്താൽ നമ്മളും കേസ് കൊടുക്കുക അവനെ വെച്ചു. നമ്മളെ വണ്ടികളൊക്കെ നമ്മളിപ്പോൾ അവിടെ നിന്ന് നേഴ്സിനെ അങ്ങ് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന് നമ്മളെ വണ്ടി കണ്ട് കടി വന്നിട്ട് അവനിപ്പോൾ വേറെ ആരെങ്കിലും പറഞ്ഞോടും നമ്മളെ വണ്ടി അടിച്ചു പറ്റാൻ. അങ്ങനത്തെ ടൈപ്പാണ് അവൻ. എവിടെയെങ്കിലും ഏതെങ്കിലും ലക്ഷറി കണ്ടിട്ട് അപ്പം അടിച്ചു പറ്റും. സ്വന്തം കൂട്ടുകാരൻ്റെ ആണെന്ന് പോലും അവൻ നോക്കില്ല. കൂട്ടുകാരനല്ല, സ്വന്തം കാക്കയുടെ വണ്ടിയാണെങ്കിൽ അവൻ അടിച്ചു പറ്റും. തറക്കി ഇതാണ് അതിന് കുഴപ്പമുണ്ട്. തൊണ്ടൻ ചേട്ടൻ്റെ വണ്ടിയിൽ അടിച്ചു കയറ്റാൻ മനസ്സുള്ളവനാണ് അവൻ. അതിന് ഞാൻ വണ്ടി എല്ലായിടത്തും മാറ്റിയിട്ടുണ്ട്. ഒരു സൂപ്പർ സ്പ്ലെൻഡർ മാത്രം. ഇത് അവൻ്റെ സൂപ്പർ സ്പ്ലെൻഡർ അല്ല ഗൈസ്. 2 പേർക്കും ഈ സിറ്റിയിൽ സൂപ്പർ സ്പ്ലെൻഡർ ഉണ്ട് ഗൈസ്, നമുക്ക് 2 പേർക്കും. അപ്പോൾ ഗൈസ് അവൻ്റെ സൂപ്പർ സ്പ്ലെൻഡർ ഞാൻ എടുത്തുകൊണ്ട് മറ്റേ വീടിഞ്ഞ മുറ്റത്തിരിക്കുകയാണ് ഗൈസ്. ഇതാ ഇവിടെ നമുക്ക് ഈ ബൈക്ക് അവിടെ വയ്ക്കാം. സേഫാക്കി നമുക്ക് ബൈക്ക് എടുത്ത് അകത്ത് കയറ്റി വയ്ക്കാം. വീടിൻ്റെ നമുക്ക് പതുക്കെ ഇവിടെ വീടിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചാൽ 6 വീട്ടിൻ്റെ അകത്ത് കയറി ബൈക്ക് എടുക്കാൻ പോകണം. ഇവിടെ വയ്ക്കാം. ഈ റൂം ഒഴിഞ്ഞിടക്കുകയാണ്, ഇവിടെ ആക്കി. ഈ റൂമിലല്ലെങ്കിൽ വയ്ക്കേണ്ട. അത് ജനലിൽ നിന്നൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് കാണാം. കള്ളന്മാർക്ക് നല്ല അവസരം ഉണ്ടാക്കി വെച്ച് കൊടുക്കല്ലേ, മണ്ടയിലോട്ട് കയറ്റി വയ്ക്കാൻ വേണ്ടി. ഇത് വീടിൻ്റെ അകത്തൊക്കെ വണ്ടിയാണ് കയറ്റി വെക്കണത്. അവസ്ഥയെ ഈ നാട്ടിലാണെങ്കിൽ കള്ളന്മാരുടെ ശല്യം ഇഷ്ടം പോലെ. നമ്മളൊരു കാർ ഷോറൂം വാങ്ങാൻ പോവാണ്. ഇവിടെ നിന്നിട്ട് ആ കാർ ഷോറൂമിൽ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ആൾക്കാരായിരിക്കണമെന്ന് അറിയാവോ ഗേസ്? റൊണാൾഡോയുടെ മോന്, റൊണാൾഡോയുടെ ഭാര്യ എല്ലാവരും വരുന്നുണ്ട് ഗേസ് ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ. അത്രയ്ക്ക് പവർ ഷോറൂമാണ് ഗേസ് നമ്മളത്. ഈ സിറ്റിയിലെ പ്രസിഡൻറ്റ് വരെ വരുന്നുണ്ട്. ഇവിടെ റൊണാൾഡോയ്ക്ക് വന്നു. പിന്നെ നമ്മൾ ലയണൽ മെസ്സിയൊക്കെ വരും. ലയണൽ മെസ്സി, നെയ്മർ, റൊണാൾഡോയുടെ മോനും ഭാര്യയൊന്നും കൊണ്ടുവരില്ല. റൊണാൾഡോ മാത്രം വന്നാൽ ഗേസ്. നമുക്ക് അവരൊന്നും ഇഷ്ടമില്ല. നമുക്ക് റൊണാൾഡോയെ മാത്രമേ ഇഷ്ടമുള്ളൂ ഗേസ്. റൊണാൾഡോയും മെസ്സിയും നെയ്മറും വരുന്നതായിരിക്കും ഗേസ്. പിന്നെ വേറെ ഏതെങ്കിലും ഫുട്ബോൾ താരങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ പറയണം. എംബാപ്പി അങ്ങനെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ പറയണം ഗേസ്. നമ്മൾ അവരെല്ലാവരെയും ഉൾപ്പെടുത്തും ഗേസ്. ഇതിൽ നമ്മളിപ്പോൾ 3 പേർത്തന്നെ തരാൻ പറഞ്ഞാൽ അത്യാവശ്യം കാശ് ചിലവായി. ഇവരെയൊക്കെ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യും വിളിക്കണമെന്നൊക്കെ പറഞ്ഞാൽ നല്ല പൈസ കൊടുത്തിട്ടാണ് വിളിക്കണം. അല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങനെ ആരെയും വിളിക്കണ്ട ഗൈസ്. ഫ്രീ ആയിട്ട് അങ്ങനെ നമ്മൾ ആരെയും വിളിക്കില്ല. നമ്മളെല്ലാത്തിനും പൈസയൊക്കെ കൊടുത്ത് വിളിക്കും. സ്പീഡോമീറ്റർ വർക്കിംഗ് ആണ് ഗൈസ്. വണ്ടിയുടെ സെറ്റിൽ
സെറ്റല്ലേ? ഗസ് നമ്മൾ ആർ ജി എസ് ടൂളിൻ്റെ ജെറ്റിൻ്റെ ഉപയോഗം കാണിച്ചു തരാം ഗസ്. ജെറ്റ് വരും ആർ ജി എസ് ടൂള്. ജെറ്റിൻ്റെ എവിടെയാണ് ജെറ്റ് എന്നടിക്കുമ്പോൾ ഇപ്പം ആകാശത്തോടെ പോകണ്ടായിരുന്നു അങ്ങോട്ട്. എവിടെ പോകാനില്ല, ഗസ് എവിടെയോ പോകണുണ്ട് ഗസ്. സൈഡിൽ ജെറ്റ് എന്നൊക്കെ എനിക്ക് എഴുതി കാണിക്കുന്നുണ്ട്. ആ ജെറ്റ് നിങ്ങളെവിടെയെങ്കിലും ഹെലികോപ്റ്ററൊക്കെ എടുത്ത് നോക്കിയാൽ ഗസ് കാണാൻ പറ്റും. ഞാൻ ഇതിനൊരു ഷോർട്ടും വേറൊരു വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണണം ഗേസ്. 59 സെക്കൻഡേ ഉള്ളൂ ഗേസ് വീഡിയോയും ഷോർട്ട്. അത് നമ്മൾ ആ ഷോർട്ട് തന്നെ വീഡിയോ ഒക്കെ ഇടാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അതോ ഗേസ് ജെറ്റ് പറക്കണം. കണ്ട ആകാശത്തൂടെ നോക്ക് കണ്ട. അതോ പോണ് ഇതാ പോണ് എൻ്റെ അളിയാ സാധനം പവർ. അപ്പം ഗൈസ് നമ്മൾ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോ പിന്നെയും പോകണം ഗൈസ് ജെറ്റ്. നിങ്ങൾക്ക് സൈഡിൽ എഴുതി കാണിക്കുന്ന എല്ലാം കൂടെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പുതിയ അപ്ഡേഷനിലെ ആൾക്കാരെ വെളിയിലെടുത്ത് കളയുന്ന സ്റ്റൈൽ ഇപ്പോൾ പുതിയ മോഡലാണ്. ഒരു MPCയുടെ വണ്ടി വരുന്നില്ലെന്ന് അത് കോഡ് അടിച്ച് നോക്കാം. 541 മോർ വെഹിക്കിൾ. അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. ആ ഓടിയാണ് എൻ്റെ ലക്ഷ്യം. ചവിട്ടി അടിച്ചവനെ വലിച്ചങ്ങ് ഇടുകയാണ് തറയിലോട്ട് ചേർക്കാൻ. അത് അത്രയേ ഉള്ളൂ. എന്തോ നീ ഓടിയെടുത്തിട്ട് വരുമോ? നിൻ്റെ വണ്ടിയുടെ കളർ ഇങ്ങനെ മാറ്റിയിടും. ഇത് കൊണ്ട ചവിട്ടെടുത്ത് അടിച്ചങ്ങ് തറയിടുകയാണ്. GTA 5 പോലും ഇത്രയും നല്ലോണം വരൂല. മാസേലി ഇടിച്ച് പപ്പടം വെക്കുക അവന്. ഗെയ്സ് നമുക്കിന്ന് ആ പാട്ടിടാൻ വാങ്ങിച്ചാവണം ഗെയ്സ്. എൻ്റെ ഒരു അവസ്ഥ